ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 25 വേർഡ്സും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജാണ്. മീനിങ്ങും ജസ്റ്റ് ചുമ്മാ മീനിങ് പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ അതിൻ്റെ യൂസേജുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കോണ്ടൻറ്റ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുകയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം വാട്സാപ്പിലൂടെ. എന്നിട്ട് നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കോഴ്സാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 25 വാക്കുകളാണ്. ഈ വാക്കുകളുടെ ഓരോ വാക്കുകളുടെ അർത്ഥവും വാക്കുകളും ഫ്രേസസും ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ടാവും. അതിൻ്റെ യൂസേജാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഏത് ദിവസം എന്നുള്ളത് നമ്മൾ എങ്ങനെ ചോദിക്കും? ഏത് ദിവസം എന്നുള്ളതിനെ നമ്മൾ ഓൺ വിച്ച് ഡേ എന്നാണ് ചോദിക്കുന്നത്. ഏത് ദിവസമാണ്? ഓൺ വിച്ച് ഡേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓൺ വിച്ച് ഡേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പലരും ചോദിക്കും കോമൻറ്റ് സെക്ഷനിൽ ഇൻ വിച്ച് ഡേ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടോ, അറ്റ് വിച്ച് ഡേ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഉണ്ട്, കുഴപ്പമുണ്ട്. ഇൻ വിച്ച് ഡേ, അറ്റ് വിച്ച് ഡേ എന്നൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ഓൺ വിച്ച് ഡേ, ഡേയെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഡേയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഓൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓൺ മൺഡേ, ഓൺ വെനസ്ഡേ, ഓൺ ഫ്രൈഡേ, ഓൺ സാറ്റർഡേ. അപ്പം ഓൺ വിച്ച് ഡേ, ഏത് ദിവസം, ഓൺ വിച്ച് ഡേ. ഇനി ഏത് മാസത്തിലാണ്, ഏത് മാസം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓൺ വിച്ച് മന്ത് എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഇൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇൻ വിച്ച് മന്ത്. അതുപോലെ തന്നെ മാസങ്ങളുടെ മുന്നിൽ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇന്ന മാസത്തിൽ എന്ന് പറയാനായിട്ട് ഇൻ ഫെബ്രുവരി, ഇൻ മാർച്ച്, ഇൻ ഏപ്രിൽ, ഇൻ ജൂൺ, അങ്ങനെ ഇന്നാണ് നമ്മൾ മാസത്തിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ വിച്ച് മന്ത്, ഫോർ എക്സാമ്പിൾ ഇൻ വിച്ച് മന്ത് ഈസ് യുവർ എക്സാം എന്ന് വെച്ചാൽ ഏത് മാസത്തിലാണ് നിങ്ങളുടെ എക്സാം. അപ്പോൾ അടുത്ത് ഏത് സമയത്ത് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യും? ഏത് സമയത്ത് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യും? ഏത് സമയത്തിന് നമ്മൾ അറ്റ് വാട്ട് ടൈം എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അറ്റ് വാട്ട് ടൈം. അപ്പോൾ അതായത് നമ്മളിപ്പം 7 മണിക്ക് എന്ന് പറയണമെങ്കിൽ സമയത്തിന് മുന്നേ നമ്മളെപ്പോഴും അറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ അറ്റ് 7 o'clock, അറ്റ് 8:30, അറ്റ് 2:15 PM. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ സമയത്തിന് മുന്നേ എപ്പോഴും അറ്റ് എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഏത് സമയത്ത് എന്നുള്ളതിന് നമ്മൾ അറ്റ് വാട്ട് ടൈം എന്നാണ് ചോദിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ അറ്റ് വാട്ട് ടൈം ഷുഡ് ഐ കം, അറ്റ് വാട്ട് ടൈം ഷുഡ് ഐ കം എന്ന് വെച്ചാൽ ഏത് സമയത്താണ് ഞാൻ വരേണ്ടത്. അപ്പോൾ ഏത് സമയത്ത് എന്നുള്ളതിന് നമ്മൾ അറ്റ് വാട്ട് ടൈം എന്ന ഫ്രേസാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത വർഷം. ഏത് വർഷം എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഇൻ വിച്ച് ഇയർ, ഏത് വർഷം, ഇൻ വിച്ച് ഇയർ. അതുപോലെ വർഷങ്ങളുടെ കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇൻ എന്ന പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇൻ 1997, ഇൻ 1998, ഇൻ 2022, ഇൻ 2015 എന്നൊക്കെ നമ്മൾ വർഷത്തിൻ്റെ കൂടെ ഇൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി വരാൻ പോകുന്ന വർഷമാണ് ഇൻ 2025, ഇന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2025 ഇൻ 2025, 1993 ഇൻ 1993. അപ്പം വർഷങ്ങളുടെ കൂടെ നമ്മൾ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത്? ഇന്നാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം ഏത് വർഷത്തിൽ എന്നെങ്ങനെ ചോദിക്കും? ഇൻ വിച്ച് ഇയർ അല്ലെങ്കിൽ ഇൻ വാട്ട് ഇയർ എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തത് ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒന്നെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ യൂസേജിന് നമ്മൾ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളവിടെ എയ്തർ ഓർ എന്ന കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. എയ്തർ ഓർ എന്ന് ഒരുമിച്ചല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ എയ്തർ ഓർ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പറയണം, ഞാൻ ഒന്നെങ്കിൽ തിങ്കളാഴ്ച വരും അല്ലെങ്കിൽ ചൊവ്വാഴ്ച വരും. ഞാൻ ഒന്നെങ്കിൽ നിന്നെ തിങ്കളാഴ്ച വന്ന് കാണും അല്ലെങ്കിൽ ചൊവ്വാഴ്ച. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഞാൻ നിന്നെ വന്ന് കാണും അല്ലെങ്കിൽ നിന്നെ സന്ദർശിക്കും എന്നുള്ളത് ഐ വിൽ വിസിറ്റ് യു എന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്ന് എങ്ങനെ പറയും? ഐ വിൽ വിസിറ്റ് യു എയ്തർ തിങ്കളാഴ്ചയുടെ കൂടെ നമ്മൾ ഏത് വാക്കാണ്, ഏത് പ്രൊപ്പോസിഷനാണ് യൂസ് ചെയ്യേണ്ടത്? കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഓൺ. ഐ വിൽ വിസിറ്റ് യു എയ്തർ ഓൺ മൺഡേ ഓർ ഓൺ
ട്യൂസ്ഡേ. ഒന്നെങ്കിൽ തിങ്കളാഴ്ച വിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ട്യൂസ്ഡേ വിസിറ്റ് ചെയ്യും. ഏതർ ഓർ എന്നാണ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ എന്ന യൂസേജിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഫ്രേസ്. ഇനി അടുത്ത ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഈച്ച്. ഈച്ച് എന്നുള്ള വാക്കാണ്. അതായത് ഓരോ എന്ന് നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ ഈച്ച് എന്ന ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്യുന്നത്. ഓരോ, ഉദാഹരണത്തിന് ഓരോ ടിക്കറ്റിന് 110 രൂപയാണ് വില. ഓരോ ടിക്കറ്റിന് 110 രൂപയാണ് വില. അന്നങ്ങനെ നമുക്ക് പറയാം ഈച്ച് ടിക്കറ്റ് കോസ്റ്റ് 110 rupees. എന്ന് വെച്ചാൽ ഓരോ ടിക്കറ്റ്, ഈച്ച് ടിക്കറ്റ്. അതേപോലെ ഓരോ എന്നുള്ള വരുന്നൊരു വാക്കാണ് എവ്രി എന്ന് പറയുന്നത്. എവ്രി ടിക്കറ്റ് കോസ്റ്റ് 110 ഈച്ച് എന്ന് നമുക്ക് പറയാം. അതായത് എവ്രി ടിക്കറ്റ് കോസ്റ്റ് 110 rupees, 110. അപ്പം അവിടെയും ഓരോ എന്നുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ എവ്രി എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ എന്നുള്ള അർത്ഥവും ഉണ്ട്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പോലീസിന് എല്ലാ എംപ്ലോയീനെയും ചോദ്യം ചെയ്യണമായിരുന്നു. പോലീസിന് എല്ലാ എംപ്ലോയീനെയും ചോദ്യം ചെയ്യണമായിരുന്നു. The police wanted to question every employee. അപ്പോൾ എല്ലാം എന്നുള്ളതിന് പകരവും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? എവ്രി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ എന്നുള്ളതിന് പകരവും നമ്മൾ എവ്രി യൂസ് ചെയ്യും. ഓക്കെ, ഒന്നുകിൽ നമുക്കിങ്ങനെ പറയാം, ഒന്നുകിൽ നമുക്ക് ദ ടിക്കറ്റ് കോസ്റ്റ് 110 rupees ഈച്ച്, അല്ലെങ്കിൽ നമുക്ക് എവ്രി ടിക്കറ്റ് കോസ്റ്റ് 110 rupees എന്ന് പറയാം. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, രണ്ടും കറക്റ്റാണ്. ഇനി അടുത്തത് എന്ത് തന്നെ ആയാലും ഇത് നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ പറയും. എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് അവളെ ഇഷ്ടമാണ്, എന്ത് തന്നെ ആയാലും അവൾ എൻ്റെ സഹോദരിയല്ലേ. എനിക്ക് അവളെ ഇഷ്ടമാണ്, എന്ത് തന്നെ ആയാലും അവൾ എൻ്റെ സഹോദരിയല്ലേ. സോറി, ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ പറയാം. എന്ത് തന്നെ ആയാലും എന്നുള്ളതിന് പകരം ആഫ്റ്റർ ഓൾ. ആഫ്റ്റർ ഓൾ രണ്ട് വാക്കുകളാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ ആഫ്റ്റർ ഓൾ. അപ്പം നമുക്ക് എനിക്ക് അവളെ ഇഷ്ടമാണ്, എന്ത് തന്നെ ആയാലും അവളെൻ്റെ സഹോദരിയല്ലേ. ഐ ലവ് ഹർ ആഫ്റ്റർ ഓൾ ഷീ ഈസ് മൈ സിസ്റ്റർ. ഇവിടെ എന്ത് തന്നെ ആയാലും എന്നുള്ളതിന് പകരമാണ് നമ്മൾ ആഫ്റ്റർ ഓൾ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒടുവിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒടുവിൽ അവൻ എന്നെ തിരിച്ചു വിളിച്ചു. ഒടുവിൽ, അവസാനം എന്നുള്ള രീതിയിൽ അവൻ എന്നെ തിരിച്ചു വിളിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഒടുവിൽ എന്നുള്ള വാക്കിന് എന്താണ് ഇംഗ്ലീഷിലൊരു ട്രാൻസ്ലേഷൻ? നമ്മളതിനെ ഫൈനലി എന്ന് പറയും. ഒടുവിൽ അവൻ എന്നെ തിരിച്ചു വിളിച്ചു, ഫൈനലി ഹി കോൾഡ് മീ ബാക്ക്. ഒടുവിൽ, ഫൈനലി. ഓക്കെ, ഇനി അടുത്തത് കഴിയും. അതായത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാൻ നിനക്ക് കഴിയും എന്നൊക്കെ പറയത്തില്ലേ, അതെങ്ങനെ നമ്മൾ പറയും? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് കൺഫ്യൂഷനുള്ള വാക്ക് കഴിയും എന്നുള്ളത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ കഴിയും എന്നുള്ളതിന് പകരം നമുക്ക് ക്യാൻ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷിൽ. എനിക്കത് ചെയ്യാൻ കഴിയും, ഐ ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ക്യാൻ ആണ് കഴിയും എന്നുള്ള വാക്കിന് യൂസ് ചെയ്യുന്നത്. ഇനി എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് പറയണമെങ്കിലോ, എനിക്കത് ചെയ്യാൻ കഴിയില്ല, അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഐ കൻ നോട്ട് ഡു ഇറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഐ കൻ നോട്ട് ഡു ഇറ്റ്. സോറി, എനിക്ക് ചെറിയ പനിയുണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചുമക്കുന്നത്. സോറി. ഇനി നമ്മൾ ഇത് കൂടാതെ അത് കൂടാതെ എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പറയണം, എൻ്റെ പേരൻസിനെ കൂടാതെ എനിക്ക് ആരുമില്ല. അതായത് എൻ്റെ പേരൻസ് അല്ലാതെ എനിക്ക് ആരുമില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഞാനിത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കൂടാതെ, അല്ലെങ്കിൽ അത് കൂടാതെ, ഇത് കൂടാതെ എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ്. അത് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാക്കാണ് ബിസൈഡ്സ് എന്ന വാക്ക്. ബിസൈഡ്സ്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് നോ ഫാമിലി ബിസൈഡ്സ് മൈ പാരൻസ്. അതായത് എൻ്റെ പാരൻസ് അല്ലാതെ എനിക്ക് വേറൊരു ഫാമിലി ഇല്ല, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് കൂടാതെ എനിക്ക് വേറൊരു ഫാമിലി ഇല്ല. അപ്പോൾ കൂടാതെ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ബിസൈഡ്സ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ ഇതിന് പുറമെ, അല്ലെങ്കിൽ ഇത് കൂടി എന്നുള്ള അർത്ഥത്തിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ അവനൊരു പാട്ടുകാരനാണ്, അതിനും പുറമെ അവൻ നല്ലൊരു ഡാൻസറാണ്. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹീ ഈസ് എ സിംഗർ ആൻഡ് എ സൂപ്പർബ് ഡാൻസർ എന്ന് പറയാം. അല്ലെങ്കിൽ ഹീ ഈസ് എ സിംഗർ ആൻഡ് ഓൾസോ എ സൂപ്പർബ് ഡാൻസർ എന്ന് പറയാം. ഇവിടെ അതിന് പുറമെ എന്നുള്ളതിന് പകരം, അല്ലെങ്കിൽ ഇതും കൂടി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓൾസോ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ALSO എന്നാണ്. അപ്പം എ കാണുമ്പോൾ പലരും ഇതിനെ ആൾസോ എന്ന് ഉച്ചരിക്കാറുണ്ട്, പക്ഷെ അത് തെറ്റാണ്. O ആണ് ഇതിൻ്റെ ഉച്ചാരണം. ഓൾസോ എന്നാണ് പറയുന്നത്, ആൾസോ എന്നല്ല, ഓൾസോ. ഓക്കെ,
ഓ എന്നല്ല ഓൾസോ. ഓക്കെ, ഇനി അടുത്ത വാക്ക് കൃത്യം. കൃത്യം എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? കൃത്യം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, അവൻ കൃത്യം 2 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവൻ കൃത്യം 2 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ കൃത്യം എന്നുള്ള വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് വാക്കാണ് എക്സാക്ട്ലി. ഹി കെയിം ബാക്ക് ഹോം എക്സാക്ട്ലി ആഫ്റ്റർ 2 years. അവൻ കൃത്യം 2 വർഷത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഹി കെയിം ബാക്ക് ഹോം എക്സാക്ട്ലി ആഫ്റ്റർ 2 years. അപ്പോൾ ഇവിടെ കൃത്യം എന്നുള്ള വാക്കിന് പകരം നമുക്ക് എക്സാക്ട്ലി എന്ന ഇംഗ്ലീഷ് വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് തനിച്ച്. തനിയെ, തനിച്ച്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയും? തനിച്ച് എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നൊരു വാക്കാണ് എലോൺ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ, അവൻ തനിച്ചാണ് വന്നത്. KGF ഡയലോഗ് പോലല്ലേ, അവൻ തനിച്ചാണ് വന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഹി കെയിം എലോൺ. തനിയെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് എലോൺ എന്ന് പറയുന്നത്. ഇനി അടുത്ത വാക്ക് നോക്കാം, ഇനിയും അല്ലെങ്കിൽ പിന്നെയും എന്നുള്ളതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? പിന്നെയും ഇനിയും. ഇതിൽ ഒത്തിരി ഇംഗ്ലീഷ് വാക്കുകളുണ്ട്, പക്ഷേ ഞാൻ സെലക്ട് ചെയ്ത വാക്ക് ഫർദർ എന്ന വാക്കാണ്. ഫർദർ. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കുക. ഇതൊക്കെ നമ്മൾ ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഒരു വാക്യമാണ് അല്ലേ? ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കുക. അപ്പോൾ ഇവിടെ ഇനിയും എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? അപ്പോൾ നമുക്ക് അതിന് പകരം ഫർദർ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഹാവ് എനി ഫർദർ പ്രോബ്ലംസ് ഓർ ഇഫ് യു ഹാവ് എനി ഫർദർ ഇഷ്യൂസ് പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. If you have any further problems, if you have any further issues, please let me know. Okay? ഇനി അടുത്തൊരു വാക്കാണ് അതുകൂടാതെ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഒത്തിരി വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ, പക്ഷേ ഫർദർമോർ നല്ലൊരു വാക്കാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, യൂസ് ചെയ്യേണ്ട ഒരു വാക്കാണ് ഫർദർമോർ, അതുകൂടാതെ. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഇങ്ങനെ പറയണം, വീട് വളരെ മനോഹരമാണ്. അത് മാത്രമല്ല, അല്ലെങ്കിൽ അത് കൂടാതെ അതൊരു നല്ല ലൊക്കേഷനിലാണ്. വീട് വളരെ മനോഹരമാണ്, അത് മാത്രമല്ല അല്ലെങ്കിൽ അത് കൂടാതെ ഇതൊരു നല്ല ലൊക്കേഷനിലാണ്. ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ദ ഹൗസ് ഇസ് ബ്യൂട്ടിഫുൾ ഫർദർമോർ ഇറ്റ്സ് ഇൻ എ ഗ്രേറ്റ് ലൊക്കേഷൻ. ദ ഹൗസ് ഇസ് ബ്യൂട്ടിഫുൾ ഫർദർമോർ ഇറ്റ്സ് ഇൻ എ ഗ്രേറ്റ് ലൊക്കേഷൻ. അപ്പം അങ്ങനെ പറയാം. ഫർദർമോർ എന്ന് പറയുമ്പോൾ ആൻഡ് എന്നുള്ളതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ്. എപ്പോഴും ഫർദർമോർ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ആൻഡ് തന്നെയാണ് യൂസ് ചെയ്യാൻ സുഖം. പക്ഷേ ഇഫ് യു വാണ്ട് യു ക്യാൻ ട്രൈ ദിസ് വേർഡ് ഔട്ട്. നല്ലൊരു വാക്കാണ്. ഇനി അടുത്തത് മൊത്തം അല്ലെങ്കിൽ മുഴുവൻ എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? മൊത്തം അല്ലെങ്കിൽ മുഴുവൻ, ഈ വാക്കിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഇത് നമുക്ക് ഹോൾ എന്ന് പറയാം. ഹോൾ. ഇപ്പോൾ ഹോൾ എന്ന് കേൾക്കുമ്പോൾ സ്പെല്ലിങ് കൺഫ്യൂസ്ഡ് ആകരുത്. HOLE അല്ല, WHOLE ആണ് ഹോൾ. ഓക്കെ, മൊത്തം മുഴുവനും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഹോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ മൊത്തം ദിവസം അല്ലെങ്കിൽ ഞാൻ മുഴുവൻ ദിവസവും വൃത്തിയാക്കുമായിരുന്നു. ഇന്നത്തെ മുഴുവൻ ദിവസം ഞാൻ വൃത്തിയാക്കുമായിരുന്നു. അതെങ്ങനെയാണ് പറയാം ഇംഗ്ലീഷിൽ? ഇന്നത്തെ മുഴുവൻ ദിവസം ഞാൻ വീട് വൃത്തിയാക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ മുഴുവൻ ദിവസം ഞാൻ വൃത്തിയാക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഐ സ്പെൻഡ് ദ ഹോൾ ഡേ ക്ലീനിങ് ദ ഹൗസ്, അല്ലെങ്കിൽ ഐ സ്പെൻഡ് ദ ഹോൾ ഡേ ക്ലീനിങ്. ഓക്കെ, വൃത്തിയാക്കുകയായിരുന്നു മുഴുവൻ ദിവസവും എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ മുഴുവനും മൊത്തവും എന്ന അർത്ഥത്തിൽ നമുക്ക് ഹോൾ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദയവ് ചെയ്ത് സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്ത വാക്ക് ഉടനെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഏത് വാക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഉടനെ അല്ലെങ്കിൽ അപ്പോൾ തന്നെ. ഓക്കെ, ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ, കോൾ ഹിം. ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ അവനെ വിളിക്കുക അല്ലെങ്കിൽ ഉടനെ അവനെ വിളിക്കുക എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഇപ്പോൾ തന്നെ വിളിക്കുക, ഉടനെ അവനെ വിളിക്കുക. അത് നമുക്ക് ഇംഗ്ലീഷിൽ കോൾ ഹിം ഇമ്മീഡിയറ്റ്ലി അങ്ങനെ പറയാം. കോൾ ഹിം ഇമ്മീഡിയറ്റ്ലി, ഉടനെ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്നുള്ള അർത്ഥത്തിൽ ഇമ്മീഡിയറ്റ്ലി എന്ന വാക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 25 വാക്ക് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത വാക്ക് നോക്കാം, വിലപിടിപ്പുള്ള എന്നുള്ള എങ്ങനെ നമ്മൾ പറയുന്നത്? റിച്ച് എന്ന് പറയാൻ പറ്റുമോ? റിച്ച് എന്ന് പറയുമ്പം പണക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ പണം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിലപിടിപ്പുള്ള എന്നെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് എക്സ്പെൻസീവ് എന്ന് പറയാം. എക്സ്പെൻസീവ്. വേറെ ഒത്തിരി വാക്കുകളുണ്ട്, എനിക്കറിയാം. ഇപ്പം കോമൻറ്റ് സെക്ഷനിൽ ഒത്തിരി കോമൻറ്റ് വരും, ഇങ്ങനെ പറഞ്ഞൂടെ അങ്ങനെ പറഞ്ഞൂടെ. പറയാം, പക്ഷേ ഞാൻ ഇതൊരു വാക്കാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിലപിടിപ്പുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പെൻസീവ് എന്ന് പറയാം.
ദിസ് ഇസ് വെരി എക്സ്പെൻസീവ്. ഇത് ഭയങ്കര വിലപിടിപ്പുള്ളതാണ്. എന്തെങ്കിലും ഒരു വസ്തു ഇത് ഭയങ്കര വിലപിടിപ്പുള്ളതാണെന്ന് പറയാനായിട്ട് എക്സ്പെൻസീവ് എന്ന വാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പുതുതായ. പുതുതായ എന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ ട്രെൻഡ് എന്താണ്? ഓക്കെ, ഞാനിപ്പോൾ ചോദിക്കുകയാണ് ഏറ്റവും പുതിയ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ വാർത്ത എന്താണ് എന്നങ്ങനെ നമ്മൾ ചോദിക്കും. നമുക്കിങ്ങനെ ചോദിക്കാം, വാട്ട്സ് ദ ലേറ്റസ്റ്റ് ട്രെൻഡ്, അല്ലെങ്കിൽ വാട്ട്സ് ദ ലേറ്റസ്റ്റ് ന്യൂസ്. അപ്പം പുതുതായ എന്നുള്ള അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ആണ്, ലേറ്റസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത വാക്കിലേക്ക് നമുക്ക് കടക്കാം. അസാധ്യമായ. അസാധ്യമായ, ചെയ്യാൻ കഴിയാത്തതായ, അസാധ്യമായ എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയും? ഇത് അസാധ്യമാണ് അല്ലെങ്കിൽ അത് അസാധ്യമാണ് എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അപ്പോൾ അസാധ്യമായത് എന്നുള്ളതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഇംപോസിബിൾ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇംപോസിബിൾ. ഫോർ എക്സാമ്പിൾ, അത് അസാധ്യമാണ്. ദാറ്റ്സ് ഇംപോസിബിൾ. ദാറ്റ്സ് ഇംപോസിബിൾ. ഓക്കെ, ഇനി അടുത്ത വാക്ക് ഗുരുതരമായ. ഗുരുതരമായ. ഗുരുതരമായ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ പറയണ അവൻ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ്, ഗുരുതരാവസ്ഥയിലാണ് നമ്മൾ പറയത്തില്ലേ ഹോസ്പിറ്റൽസിലൊക്കെ, അവൻ ഗുരുതരാവസ്ഥയിലാണ്. ഇത് അങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും, അവൻ ഗുരുതരാവസ്ഥയിലാണ്. നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ പറയാം, ഹി ഈസ് ഇൻ എ ഡേഞ്ചറസ് കണ്ടീഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ബെറ്റർ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് പറയാം. ക്രിട്ടിക്കൽ കണ്ടീഷൻ, ഗുരുതരമായ എന്നുള്ളതിന് പകരം നമുക്ക് ക്രിട്ടിക്കൽ എന്ന വാക്ക് യൂസ് ചെയ്യാം. ക്രിട്ടിക്കൽ, ഗുരുതരമായ, ക്രിട്ടിക്കൽ. അവൻ ഗുരുതരാവസ്ഥയിലാണ്, ഹി ഈസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് ക്രിട്ടിസൈസ്. ക്രിട്ടിക്കലും ക്രിട്ടിസൈസും കേൾക്കുമ്പം ഒരേപോലെ നമുക്ക് തോന്നുന്ന രണ്ട് വാക്കുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ ക്രിട്ടിസൈസ് എന്ന് പറയുന്നത് നമ്മൾ നിരൂപണം നടത്തുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നുള്ള അർത്ഥമാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ബാക്കിയുള്ളവരെ വിമർശിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? മറ്റുള്ളവരെ വിമർശിക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ്സ് വെരി ഈസി ടു ക്രിട്ടിസൈസ് അതേഴ്സ്. ഓക്കെ, വെരി ഈസി ടു ക്രിട്ടിസൈസ് അതേഴ്സ്. അപ്പം വിമർശിക്കുക, നിരൂപണം എന്നുള്ള ഒരർത്ഥം വരുന്നുണ്ട്. നിരൂപണം എന്ന് പറയുമ്പോൾ നമ്മൾ ഫിലിം ക്രിട്ടിക്സ് ഒക്കെ ഇല്ലേ, അവരെയാണ് നമ്മൾ നിരൂപകരെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ ആ നിരൂപണം, അത് അവർ ചെയ്യുന്ന ആ ജോലിയെ നമ്മൾ ക്രിട്ടിസൈസ് എന്ന് പറയും. ഓക്കെ, ഹി ക്രിട്ടിസൈസ്ഡ് എന്ന് പറയും. അപ്പോൾ അവിടെ വിമർശിക്കുകയല്ല, അതിനേക്കാൾ ഉപരി അവിടെ ഒരു നിരൂപണം നടത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് വാക്കുകൾക്കും പകരം നമുക്ക് ക്രിട്ടിസൈസ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് പ്രസക്തമായ. പ്രസക്തമായ. ഓക്കെ, ഇപ്പം നമ്മൾ പറയാണ് അതിനിവിടെ പ്രസക്തി ഉണ്ട്, അതിനിവിടെ പ്രസക്തി ഉണ്ട് എന്നങ്ങനെ പറയും. അതിനിവിടെ പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ അതിനിവിടെ പ്രസക്തി ഇല്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും? പ്രസക്തി എന്ന വാക്കിന് പകരം നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് റെലവൻറ്റ് എന്നുള്ളത്. റെലവൻറ്റ്. ഫോർ എക്സാമ്പിൾ, അതിനിവിടെ പ്രസക്തി ഇല്ല എന്നെങ്ങനെ പറയും? ഇറ്റ്സ് നോട്ട് റെലവൻറ്റ് ഹിയർ. ഇവിടെ പ്രസക്തി ഇല്ല. ഇനി അതിനിവിടെ പ്രസക്തി ഉണ്ട് എന്നെങ്ങനെ പറയും? ഇറ്റ് ഈസ് റെലവൻറ്റ് ഹിയർ എന്ന് പറയും. അപ്പോൾ പ്രസക്തി എന്ന വാക്കിന് പകരമാണ് നമ്മൾ റെലവൻറ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ. ഇനി അടുത്ത വാക്കെന്ന് പറയുന്നത് അനുയോജ്യമായ. അനുയോജ്യമായ. അനുയോജ്യമായ എന്നങ്ങനെ ഇംഗ്ലീഷിൽ പറയും. ഉദാഹരണത്തിന്, ഈ സിനിമ മറ്റുള്ളവർക്ക് അനുയോജ്യമല്ല. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇവിടെ അനുയോജ്യം എന്ന വാക്കിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്കാണ് സ്യൂട്ടബിൾ. സ്യൂട്ടബിൾ. ഈ സിനിമ മറ്റുള്ളവർക്ക് അനുയോജ്യമല്ല അല്ലെങ്കിൽ അനുയോജ്യമല്ല എന്ന് പറയാനായിട്ട് ദിസ് മൂവി അല്ലെങ്കിൽ ദിസ് ഫിലിം ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ അതേഴ്സ് അങ്ങനെ പറയാവുന്നതാണ്. അപ്പം സ്യൂട്ടബിൾ എന്ന വാക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം. മതിയായ. മതിയായ, ആവശ്യത്തിന് അല്ലെങ്കിൽ മതിയായ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ എന്നുള്ള രീതിയിൽ വരുന്ന വാക്കുകൾക്ക് നമുക്ക് ഏത് ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യാം? ആവശ്യമുള്ളത്, മതിയായ, വേണ്ടുന്നത്ര, ഇതിനൊക്കെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ആഹാരം, ഈ ഭക്ഷണം 5 പേർക്ക് തികയും, അല്ലെങ്കിൽ 5 പേർക്ക് വേണ്ടത്ര ഭക്ഷണമുണ്ട്, അല്ലെങ്കിൽ 5 പേർക്ക് മതിയായ ഭക്ഷണം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ദിസ് ഫുഡ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ 5 പീപ്പിൾ. മതിയായ, വേണ്ടത്ര, ആവശ്യത്തിന് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സഫിഷ്യൻ്റ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് പിൻവലിക്കുക. പിൻവലിക്കുക എന്ന് നമ്മൾ എങ്ങനെ പറയും? ഉദാഹരണത്തിന്, ഞാൻ ഇന്നലെ ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. ഇപ്പം പിൻവലിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? പിൻവലിക്കുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ വിഡ്രോ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഈ സെൻറ്റൻസ് എങ്ങനെ പറയും? ഞാൻ ഇന്നലെ ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ പിൻവലിച്ചു എന്ന്. ഐ വിഡ്രോഡ് മണി ഫ്രം ദ ബാങ്ക് യെസ്റ്റർഡേ.
ഐ വിഡ്രോഡ് സം മണി ഫ്രം ദ ബാങ്ക് യെസ്റ്റർഡേ. അപ്പം വിഡ്രോ എന്ന വാക്കാണ് നമ്മൾ പിൻവലിക്കുക എന്നുള്ളതിന് പകരം യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നിക്ഷേപിച്ചു എന്നങ്ങനെ പറയും. ബാങ്കിൻ്റെ കാര്യം പറയുന്നതുകൊണ്ടാണ് നമ്മൾ നിക്ഷേപിച്ചു എന്നങ്ങനെ പറയും. പൈസ നിക്ഷേപിച്ചു, ഞാൻ ഇന്നലെ കുറച്ച് പൈസ ബാങ്കിൽ നിക്ഷേപിച്ചു. അതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, ഐ ഡെപ്പോസിറ്റഡ് സം മണി ഇൻ ദ ബാങ്ക് യെസ്റ്റർഡേ. ഡെപ്പോസിറ്റ് എന്ന വാക്ക് നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഡെപ്പോസിറ്റ് നിക്ഷേപിക്കുക, വിഡ്രോ പിൻവലിക്കുക. ഇനി സാധാരണയായി അല്ലെങ്കിൽ പൊതുവെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്ക് എന്താണ്? സാധാരണയായി, പൊതുവെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി സാധാരണ നല്ലതാണ്, സാധാരണഗതിയിൽ നല്ലതാണ്, അല്ലെങ്കിൽ പൊതുവെ നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഡോക്ടറിന് ഒരു പേഷ്യൻറ്റിനോട് പറയണം. ഇത് എങ്ങനെ അദ്ദേഹം കൺവേ ചെയ്യും? ഇപ്പോൾ സാധാരണയായി, പൊതുവെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ജനറലി എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജനറലി, ഫോർ എക്സാമ്പിൾ, യുവർ ഹെൽത്ത് ഈസ് ജനറലി ഗുഡ്. പൊതുവെ നിങ്ങളുടെ ഹെൽത്ത് നല്ലത് തന്നെയാണ്. അതല്ലാതെ നമുക്ക് പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം. പൊതുവെ അവൻ ഇങ്ങനെയാണ്, ജനറലി ഹീ ഈസ് ലൈക്ക് ദിസ്, ഹീ ഈസ് ദ സെയിം. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം, പൊതുവെ, സാധാരണയായി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ജനറലി എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 25 വാക്കുകൾ പഠിച്ചു. അപ്പോൾ ഈ വാക്കുകളുടെ യൂസേജസ് നമുക്ക് ഈ ഇത്രയും സമയത്തിനുള്ളിൽ പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും വാക്കുകളുടെ സംശയങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായി പോസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you and have a great day. English Mitra. Stop worrying, start learning.